ഹായ് ഓൾ. സോ നമ്മുടെ A to Z സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് വാം വെൽക്കം. ഇതാ വളച്ച് നീട്ടാതെ നമുക്ക് നേരിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നോക്കുക, നമ്മുടെ സ്ക്രീനിൽ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് റിയാക്ഷൻ സീരീസ് കാണാൻ സാധിക്കും. സ്റ്റാർട്ടിങ്ങിൽ ഇത്തവണ അസെറ്റ്ലീനാണ് ഉള്ളതെന്ന് മാത്രം. സോ ഈ റിയാക്ഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് അപ് ടു Z വരെയുള്ള എല്ലാ കമ്പോണൻറ്റുകളും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ നോക്കിയേ. യു ക്യാൻ പോസ് ദ സ്ക്രീൻ ആൻഡ് സ്റ്റാർട്ട് ഓഫ്. ഒരു പരിധിവരെ നിങ്ങളെല്ലാം കണ്ടുപിടിച്ചു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ ഹിയർ. നോക്കുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അസെറ്റ്ലീനാണ്. അസെറ്റ്ലീനെ നമ്മൾ 500 ഡിഗ്രി സെൽഷ്യസിൽ അയണിൻ്റെ കൂടെ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ബെൻസീൻ. നോക്കുക, ഇത് അസെറ്റ്ലീൻ്റെ അരോമാറ്റൈസേഷൻ റിയാക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ബെൻസീനെ നമ്മൾ ഓസോണോളിസിന് വിധേയമാക്കുന്നു. സോ തൽക്കാലത്തേക്ക് ഞാനിവിടെ ഡബിൾ ബോണ്ടുകളുടെ ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓസോണോളിസ് നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം. ഡബിൾ ബോണ്ടുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്സിജനെ വെച്ച് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഡബിൾ ബോണ്ടുകളെ കട്ട് ചെയ്യുന്നു, അപ്പുറം ഇപ്പുറം ഓക്സിജൻ ഇടുന്നു. നമ്മൾ ആ ടെക്നിക്ക് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇവിടെ CHO ആയിരിക്കും. ഗ്ലയോക്സാൽ എന്നാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര് നമ്മൾ പറയുക, ഗ്ലയോക്സാൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഹൈഡ്രോക്സിലമൈൻ ഫോളോഡ് ബൈ KOH ആൻഡ് ഹീറ്റിംഗ്. ഈ റിയാക്ഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് നമ്മുടെ വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ കാർബണൈൽ ഗ്രൂപ്പ് ഹൈഡ്രോ കാർബൺ ലെവലിലേക്ക് റെഡ്യൂസ് ആവും. കറസ്പോണ്ടിംഗ്ലി നമുക്കിവിടെ കിട്ടുക CH3 ഈത്തൈൻ ആയിരിക്കും. ഈത്തൈനെ നമ്മൾ ബ്രോമിൻ 1 ഇക്വലൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇൻ ഡിഫ്യൂസ് സൺലൈറ്റ്. സൺലൈറ്റിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ ഇവിടെ കൊടുത്തു എന്ന് മാത്രം. ഡിഫ്യൂസ് സൺലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീ റാഡിക്കൽ ക്ലോറിനേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ ബ്രോമിനേഷൻ തന്നെയാണ്. സോ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഡി ആയിട്ട് നമുക്ക് കിട്ടുക CH3CH2Br ആയിരിക്കും. ഒരു ഹാലോ ആൽക്കേനെ ആൽക്കഹോളിക് KOH ആയിട്ട് ട്രീറ്റ് ചെയ്താൽ എന്തുണ്ടാവും നമുക്കറിയാം. ദാറ്റ് വിൽ ബി നത്തിങ് ബട്ട് ആൽക്കീൻ. ഡീഹൈഡ്രോ ഹാലജനേഷന് ശേഷം നമുക്ക് ആൽക്കീൻ പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്ന ഇ എന്ന് പറയുന്നത് എത്തീൻ. എത്തീനെ നമ്മൾ ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് ട്രീറ്റ് ചെയ്യണം. സോ ഇത് ബ്രോമിനേഷനാണ്. എക്രോസ് ഡബിൾ ബോണ്ട് 2 ലൊക്കേഷനിലേക്കും ബ്രോമിൻ ആഡ് ആകപ്പെടും. സോ ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, CH2Br. ഇതൊരു ഡൈഹലോ ആൽക്കെയിനാണ്. ഇതിനെ നമ്മൾ KCN ആയിട്ട് ട്രീറ്റ് ചെയ്തു. എക്സസ് KCN ട്രീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്താ, 2 ബ്രോമിനും റീപ്ലേസ് ആയി പകരം ആര് വരും, CN ഗ്രൂപ്പ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും ഇവിടെ സംഭവിക്കുക. നമ്മൾ അതിന് ശേഷം ഹൈഡ്രോളിസ് ആണ് നടത്തുന്നത്. സോ H എന്തായിരിക്കും, CN ഗ്രൂപ്പിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് COOH ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയായിരിക്കും നമ്മുടെ H പ്രൊഡക്റ്റ് ഉണ്ടാവുക. Hനെ നമ്മൾ NaOH ആൻഡ് CaO ആയിട്ട് ട്രീറ്റ് ചെയ്യണം. നമുക്കറിയാം സോഡാലാം ഡീകാർബോക്സിലേഷൻ ആണ്. സോ I എന്ന് പറയുന്നത് എഗെയിൻ ഇറ്റ് വിൽ ബി ഈത്തൈൻ. നോക്കുക, ഇനി നമ്മുടെ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എയിൽ നിന്നാണ്. നമുക്ക് കിട്ടിയത് ബെൻസീൻ ആയിരുന്നു അല്ലേ. ബെൻസീനെ നമ്മൾ അസൈൽ ഹലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. ഈ റിയാക്ഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, ക്രാഫ്റ്റ് അസൈലേഷൻ ആണ്. സോ J എന്ന് പറയുന്നത് അസറ്റോഫീനോൺ ആയിരിക്കും. ബെൻസീൻ റിംഗ് ആൻഡ് COCH3 ഗ്രൂപ്പ്. ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, HI ആയിട്ട് ഹീറ്റ് ചെയ്യാണ് ഫോർ എ ലോങ് ടൈം. പ്രൊലോങ്ഡ് ഹീറ്റിംഗ് വിത്ത് HI. നമ്മളിത് ബയോമോളിക്യൂളിൽ കാണുന്ന ഒരു റിയാക്ഷനാണ്. ആൽഡിഹൈഡ് ആയിക്കോട്ടെ, ആൽക്കഹോൾ ആയിക്കോട്ടെ, ആസിഡ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഇറ്റ് വിൽ ബി ഓൾ റെഡ്യൂസ്ഡ് ഇൻ ടു കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ നമുക്കിവിടെ K ആയിട്ട് കിട്ടുക, K വിൽ ബി ഈത്തൈൽ ബെൻസീൻ CH2CH3. അതിനുശേഷമുള്ള റിയേജൻ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ, NBS എൻ ബ്രോമോ സക്സിനുമായിട്ട്. നമ്മളിത് അലൈൽ അല്ലെങ്കിൽ ബെൻസൈൽ ലൊക്കേഷനിൽ ഹാലജനേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. സോ L എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇവിടെ ബെൻസൈൽ ലൊക്കേഷനിൽ ബ്രോമിൻ വരുന്ന രീതിയിലായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ്. എൻ ബ്രോമോ സക്സിനുമായിട്ട് ബ്രോമിനേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, അലൈൽ അല്ലെങ്കിൽ ബെൻസൈൽ ലൊക്കേഷനിൽ കേട്ടോ. നോക്കുക, ഇതൊരു ഹാലോ ആൽക്കെയിനാണ്. നമ്മളിതിനെ മോയിസ്റ്റ് Ag2 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അക്വസ് NaOH, അക്വസ് KOH, മോയിസ്റ്റ് Ag2O എല്ലാം ചെയ്യുന്ന ഫംഗ്ഷൻ ബേസിക്കലി ഒന്ന് തന്നെയാണ്. ബ്രോമിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ആര് വരും, OH ഗ്രൂപ്പ് വരും. ഇതൊരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മാത്രമാണ്. ഇതായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ്. അതിനുശേഷമുള്ള റിയാക്ഷൻ നോക്കിയേ, NaOH ആൻഡ് ക്ലോറിനുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഈ റിയാക്ഷൻ ഏതാണെന്ന് മനസ്സിലായോ, ഹാലോഫോം റിയാക്ഷനാണ്. ഹാലോഫോം റിയാക്ഷനിൽ 2 പ്രൊഡക്റ്റുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ പ്രൊഡക്റ്റുകൾ ഒന്ന് N-ഉം ഒന്ന് O-യും ആണ്. N എന്ന് പറയുന്നത് 1 കാർബൺ പ്രൊഡക്റ്റും O എന്ന് പറയുന്ന അരോമാറ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഈ എൻറ്റയർ CH3 ഗ്രൂപ്പ് ഇവിടെ എന്തായി മാറും, കറസ്പോണ്ടിങ് ഹാലോഫോം, ഇവിടെ ക്ലോറോഫോമായി മാറും. അതാണ് നമ്മുടെ 1 കാർബൺ പ്രൊഡക്റ്റ് CHCl3 N. ഇനി O എന്തായിരിക്കും, കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് സോൾട്ട് ആയിട്ടായിരിക്കും ഫോം ചെയ്യുക. സോ O എന്ന് പറയുന്നത് ഇതാ COONA ആയിരിക്കും, സോഡിയം ബെൻസോയേറ്റ്.
നോക്കുക, ഈ ഒരു ബെൻസോയിക് ആസിഡ് സോൾട്ടിനെ നമ്മൾ പി യുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബെൻസീൻ കിട്ടുന്നത്. സോ COO ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡീകാർബോക്സിലേഷൻ യൂസ് ചെയ്യും. NaOH ആൻഡ് CaO സോഡാലൈം ഡീകാർബോക്സിലേഷൻ ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുക. സോ ഇവിടുത്തെ P എന്ന് പറയുന്ന റിയേജൻ്റ് ആരായിരിക്കും? NaOH ആൻഡ് CaO ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബെൻസീൻ കിട്ടി. ബെൻസീനെ നമ്മൾ ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് AlCl3 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? Q കിട്ടുന്നുണ്ട്. സോ ഇവിടെ നമ്മുടെ Q എന്തായിരിക്കും? ക്ലോറോ ബെൻസീൻ ആയിരിക്കും. ബെൻസീൻ്റെ മുകളിൽ ക്ലോറിനേഷൻ നടന്നു. ക്ലോറോണിയം ഇലക്ട്രോഫൈൽ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ അറ്റാക്ക് ചെയ്തു. ആൻഡ് യു ആർ ഗെറ്റിംഗ് ക്ലോറോ ബെൻസീൻ. ഓക്കെ, ഇതാണ് നമ്മുടെ Q. ഈ Qവിനെ നോക്കുക, നമ്മൾ താഴേക്കുള്ള റിയാക്ഷൻ സോഡിയം ഇൻ ഡ്രൈ ഈതർ മീഡിയം ട്രീറ്റ് ചെയ്യുന്നു. ഈ റിയാക്ഷൻ ഏതാണെന്ന് നിങ്ങൾക്കറിയാം, ഫിറ്റിക് റിയാക്ഷൻ ആണ്. സോ W എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 2 ബെൻസീൻ റിങ്ങുകൾ ചേർന്നിട്ട് ബൈഫിനൈൽ അല്ലെങ്കിൽ ഡൈഫിനൈൽ എന്നുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും W. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ ഫ്രം Q. Qവിനെ നമ്മൾ NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു അറ്റ് 623 Kelvin ആൻഡ് 300 atm പ്രഷർ. നമുക്കറിയാം ഇത് നമ്മുടെ അരോമാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ക്ലോറിൻ ഗ്രൂപ്പ് മാറി ഇവിടെ ആര് വരും? OH ഗ്രൂപ്പ് വരും. നമ്മൾ ഈ റിയാക്ഷൻ വിളിക്കുന്ന പേര് നിങ്ങൾക്കറിയാം, ഡൗസ് പ്രോസസ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഫീനോളിനെ തിരിച്ച് ബെൻസീൻ ആക്കുന്ന റിയേജൻ്റ് ആണ് T ഇവിടെ, അല്ലേ? അപ്പോൾ ഫീനോളിനെ നമുക്ക് എങ്ങനെ ബെൻസീൻ ആക്കാൻ പറ്റുക? T എന്ന് പറയുന്നത് ഇവിടെ സിങ്ക് ഡസ്റ്റ് ആയിരിക്കും. സിങ്കുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ റിമൂവ് ആകപ്പെടും ആൻഡ് യു വിൽ ഗെറ്റ് കറസ്പോണ്ടിംഗ്ലി ബെൻസീൻ. അഗെയിൻ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം R. ഫീനോളിനെ നമ്മൾ ആദ്യമേ NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഫോളോഡ് ബൈ ക്ലോറോഫോം ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ S എന്തായിരിക്കും? ഈ റിയാക്ഷൻ്റെ പേര് റെയ്മർ-ടൈമൻ റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുക, അല്ലേ? സോ ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് റെയ്മർ-ടൈമൻ റിയാക്ഷൻ. സോ ഇവിടെ S എന്ന് പറയുന്ന ആൾ സാലിസിലാൽഡിഹൈഡ് ആയിരിക്കും. S will be സാലിസിലാൽഡിഹൈഡ്. അഗെയിൻ വി ആർ സ്റ്റാർട്ടിങ് അവർ റിയാക്ഷൻ അഗെയിൻ ഫ്രം R. നമ്മളതിനെ CS3Cl ആൻഡ് AlCl3 ആയിട്ട് ട്രീറ്റ് ചെയ്യും. നമുക്കറിയാം ഇത് ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ പ്രോസസ്സാണ്. സോ U എന്ന് പറയുന്ന മേജർ പ്രൊഡക്റ്റ് OH ഗ്രൂപ്പ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ CS3 ഗ്രൂപ്പ് എവിടെയായിരിക്കും മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരിക? പാര ലൊക്കേഷനിലായിരിക്കും. സോ U എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഞാൻ തൽക്കാലം ഇവിടെ വരയ്ക്കുകയാണ്. U പ്രൊഡക്റ്റ് വിൽ ബി പാരാമീഥൈൽ ഫീനോൾ ആയിരിക്കും. ഈ കോമ്പൗണ്ട് നമ്മൾ KMnO4 ആയിട്ട് ട്രീറ്റ് ചെയ്യുക ചെയ്യുന്നത്. KMnO4 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? KMnO4 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് CS3 ഗ്രൂപ്പ് എന്തായി മാറും? CS3 ഗ്രൂപ്പ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു COOH ഗ്രൂപ്പ്. ഈ CS3 ഗ്രൂപ്പ് COH ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ആവും. കറസ്പോണ്ടിങ് ബെൻസോയിക് ആസിഡ് സിസ്റ്റമായിട്ട് കൺവേർട്ട് ആവുന്നു. നോക്കുക, അതിനുശേഷം നമ്മളിവിടെ സിങ്കുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, സിങ്ക് ഡസ്റ്റ്. അപ്പോൾ OH ഗ്രൂപ്പ് എന്തായി മാറും? OH ഗ്രൂപ്പ് വിൽ ബി റിമൂവ്ഡ് ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് Y ആസ് ബെൻസോയിക് ആസിഡ്. OH ഗ്രൂപ്പ് പോയി COH ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. Y വിൽ ബി ബെൻസോയിക് ആസിഡ്. ഈ ബെൻസോയിക് ആസിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അമോണിയ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു ആൻഡ് ഹീറ്റിംഗ്. അമോണിയ ആയിട്ട് ഹീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന എന്തുണ്ടാവുക? യു വിൽ ബി ഗെറ്റിംഗ് കറസ്പോണ്ടിംഗ്ലി ബെൻസാമൈഡ് CONS2 ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ആവും. അതായത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് കറസ്പോണ്ടിങ് അമൈഡ് ഗ്രൂപ്പായിട്ട് അവിടെ കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എല്ലാം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റി. A to Z ഉള്ള എല്ലാ കമ്പോണൻറ്റും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യുക. അടുത്ത എപ്പിസോഡ് എത്രയും പെട്ടെന്ന് ഉണ്ടാവും. സോ ടിൽ ദെൻ ബൈ.